എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദുആഇന്റെ വിഷയത്തിൽ പിശുക്കന്മാരാ. ആരാ ദുആ ചെയ്യുന്നേ? അള്ളാഹിനോട് ദുആ ചെയ്യണ എത്ര പേരുണ്ട്? മടിയാടോ നമുക്ക് ദുആ ചെയ്യാനൊക്കെ. പാവപ്പെട്ട പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യും നിസ്കാരം കഴിഞ്ഞിട്ട് ഖതീബ് ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് ആ പള്ളിയുടെ മിഹ്റാബിൽ സുജൂദ് ചെയ്ത സ്ഥലത്തിരുന്നിട്ട് ആ ദുആ ചെയ്യണേ. എത്ര പേര് ആമീൻ പറയണേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആമീന്റെ ശബ്ദം? ദുആക്കെ ഇല്ലേ? സാരം കഴിഞ്ഞ് ദുആക്കെ ഉള്ളതല്ലേ? എത്ര പേര് ആമീൻ പറയുന്നു? കൈയെങ്കിലും ഇങ്ങനെ പിടിക്കാറുണ്ടോ? വേണമെങ്കിൽ തന്നാ മതി അല്ലാതെ ഇങ്ങനെ ഇട്ടേക്ക് തളർത്തിയിട്ട്. അള്ളാനെ പറയാ, ഇലയിട്ടിട്ട് ചോറ് വിളമ്പിയ തിന്നാൻ പറ്റുന്ന രീതിയിൽ രണ്ട് കാലി ഇങ്ങനെ ഇങ്ങോട്ട്, അതിനെന്താ പറയാ, ഇങ്ങനത്തെ ഇരുത്തത്തിന് എന്താ പറയാ, നമ്മുടെ നാട്ടിൽ ചമ്മണപ്പടി, ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കുക, സദ്യ ഉണ്ടായിരിക്കുക. എന്നിട്ട് അള്ളഹാനോട് പറയുന്ന വേണമെങ്കിൽ തന്നാ മതി ഉടച്ചവനെ, ഇങ്ങനെ ഇട്ടേക്ക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഖതീബ് തന്നെ ചിന്തിക്കുന്നുണ്ട്, ആർക്കാള്ള ഞാൻ ഈ ദുആ ചെയ്യണേന്ന്. കാരണം ആമീന്റെ ശബ്ദമൊന്നും കേൾക്കത്തില്ല പള്ളിയില്. ആമീനിന്റെ ശബ്ദം വാപ്പാടെയൊക്കെ വായി നാവുണ്ടോന്ന് അറിയണമെങ്കിൽ ആ ജനറൽ ബോഡി പോയാൽ മതി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ജനറൽ ബോഡി പോകുമ്പോഴാണ് വാപ്പമാരുടെ ഒക്കെ ശബ്ദം മനസ്സിലാകുന്നത്. ഇവിടെ ദുആ ചെയ്യുന്ന ഇല്ല, അവരെ തന്നെ മടിപ്പിക്ക. ഞാൻ എപ്പോഴും ഒരു കഥ പറയും. ഞാൻ പഠിച്ചിറങ്ങിക്കഴിഞ്ഞപ്പോ ഒരു പള്ളിയിൽ ജോലിക്ക് പോയി. ഇവിടെ ജോലിക്ക് പോയപ്പോ എന്നെ ഒരു മരിച്ച വീട്ടിൽ കൊണ്ടുപോയി ദുആ ചെയ്യാൻ. എന്നെ ഒരു ഉസ്താദിനെയും കൊണ്ടുപോയിട്ട് പറഞ്ഞു, എന്താ പ്രസിഡന്റ് ഇതൊക്കെ എടുത്തോണ്ട് പോയെന്ന് കാണുമ്പോ, സെക്രട്ടറി ഇതൊക്കെ, സെക്രട്ടറി അല്ലേ പ്രസിഡന്റ്, എന്തപ്പാ ഇവിടെ ഇരി, അല്ലാഹു ബറകത്ത് ചെയ്യട്ടെ. ഞാന് ഒരു വീട്ടിൽ പോയി അങ്ങനെ ദുആ ചെയ്യാൻ കൊണ്ടിരുത്തിയിട്ട് പറഞ്ഞു, ഉസ്താദ് ഒരു യാസീൻ ഓതണം കേട്ടോ, യാസീൻ ഓതി ദുആ ചെയ്യണം. ഞങ്ങളെ രണ്ടുപേരെയും കൂടെ കയറ്റി ബെഡ്റൂമിൽ ഇരുത്തിയിട്ട് ഇവരങ്ങ് പോയി. യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യാൻ സമയമായപ്പോ എന്റെ കൂടെ വന്ന ഉസ്താദ് വിളിച്ചു, കാക്ക ദുആ ചെയ്യാൻ പോവാ, വായിക്ക. ഉസ്താദ് ചെയ്തോളെ, കാക്ക ദുആ ഉസ്താദ് ചെയ്തോളെ. 3 വട്ടം വിളിച്ചു. അവരാരും ഒരൊറ്റ മനുഷ്യൻ വന്നില്ലടോ. ഞാനും ഈ ചങ്ങാതിയും കൂടെ യാസീൻ ഓതിയിട്ട് റൂമിനകത്ത് ഇങ്ങനെ ഇരിക്കുക. കളയാൻ പറ്റുമോ? ഒരു യാസീൻ ഓതിയതല്ലേ, എന്ത് ചെയ്യാനാ? ഞാൻ അവസാനം ദുആ ചെയ്തു, പടച്ചോനെ എന്റെ മരിച്ചുപോയ വാപ്പാടെ ഖബറിലേക്ക് കൊടുത്തേക്കണം അല്ലാഹ്. ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല, ഞാൻ എന്റെ അനുഭവം പറഞ്ഞ്. ഇതേപോലെ പള്ളിയിലെ ഉസ്താദിന്റെ അവസ്ഥയും. നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദ് ദുആ ചെയ്യുമ്പോ നിങ്ങൾ ആമീൻ പറഞ്ഞാലല്ലേ, ഇല്ലെങ്കിൽ പിന്നെ ഉസ്താദിന് സ്വന്തം കാര്യം പറഞ്ഞാൽ പോരെ. ഇതാ നമ്മുടെ അവസ്ഥ. നമ്മൾ അപ്പോലും മടിയന്മാരാ. എടോ ദുആ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ദുആ എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ പറയുന്നുണ്ട് ദുആ എന്ന് പറഞ്ഞാൽ എന്താ. നീയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ? എടാ, നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ലാഹ് പറഞ്ഞതുപോലെ